ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പഞ്ചമോധ്യായം. ഇതിൽ ഋഷഭദേവൻ്റെ ഉപദേശവും അദ്ദേഹത്തിൻ്റെ സന്യാസവും അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ശ്ലോകം: ഋഷഭ ഉവാച നായം ദേഹോ ദേഹഭാജാന്ദ്രലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. നായം ദേഹോ ദേഹഭാജാന്ദ്രലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. അല്ലയോ പുത്രന്മാരെ എന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഹേ പുത്രകാഹ, അല്ലയോ പുത്രന്മാരെ, മനുഷ്യലോകത്തിൽ ശരീരം സ്വീകരിച്ചവരും ഈ ശരീരം കഷ്ടങ്ങളായിരിക്കുന്ന ആ കാമഭോഗങ്ങളെ ഒരിക്കലും അർഹിക്കുന്നില്ല. നായം ദേഹോ ദേഹഭാജാം നൃലോകേ, ദേഹമെടുത്തവരെ കഷ്ടാൻ കാമാനർഹതേ, കഷ്ടങ്ങളായിരിക്കുന്ന കാമഭോഗങ്ങളെ ഭുജിച്ചു കൊണ്ടിരിക്കുക, അതിനെ അർഹിക്കുന്നതല്ല ഈ ശരീരം. തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം കാമാനർഹത വിഡ്ഭുജാം യേ. എങ്ങനെയാണ് ഈ കാമഭോഗങ്ങളെ കഷ്ടങ്ങളായിട്ട് പറയണത്? എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മലം തിന്നുന്ന പുഴുക്കളെ പോലെയാണ്. അതിങ്ങനെ വീണ്ടും വീണ്ടും ആ ഏറ്റവും നീചമായിരിക്കുന്ന യോനികളിൽ ചെന്ന് ജനിക്കാൻ തക്കവണ്ണമുള്ള ആ കാമങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അഭൗമമായിരിക്കുന്ന തപോദിവ്യം പുത്രക, നിങ്ങൾ അഭൗമമായിരിക്കുന്ന തപസ്സിനെയാണ് ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് ആ അന്ധകരണം ശുദ്ധമാകുന്നു. യാതൊന്നിൻ്റെ ഫലമായിട്ട് ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം, അതിൻ്റെ ആ ഫലമായിട്ട് അന്ധകരണത്തിൻ്റെ ശുദ്ധി കൊണ്ട് നിത്യമായിട്ടുള്ള ആ ബ്രഹ്മസൗഖ്യം, ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുമാറാകും ആണ്. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ഹേ പുത്രകാഹ, അല്ലയോ പുത്രന്മാരെ, നൃലോകേ മനുഷ്യലോകത്തിൽ ദേഹഭാജാം ശരീരം സ്വീകരിച്ചവരുടെ അവരെന്ത് കരുതണം? അയം ദേഹ, ഈ ശരീരം കഷ്ടങ്ങളായിരിക്കുന്ന കാമഭോഗങ്ങളെ അർഹതയെ അർഹിക്കുന്നില്ല. അവർക്കറിയാം ഈ ശരീരം കൊണ്ട് ഈ കാമഭോഗങ്ങളെ മാത്രം അനുഭവിച്ചാൽ പോരാ, അതിലും ഉപരിയായിട്ട് ഒരു ലക്ഷ്യം ഈ ശരീരത്തെ കൊണ്ട് നമ്മൾ സാധിക്കാനുണ്ട് എന്നുള്ളത് അവർക്കറിയാം. എങ്ങനെയാണ് ഇവർ കാമഭോഗങ്ങളെ അനുഭവിക്കുന്നത്? വിഡ്ഭുജാം, മലം തിന്നുന്ന പുഴുക്കൾക്കും യാതൊന്നുണ്ട്, അവർക്കും ഇതേപോലെ തന്നെയാണ് കാമഭോഗങ്ങൾ. രണ്ടുപേരും ഒരേപോലെ, ഒന്നിനും വ്യത്യാസമില്ല എന്നർത്ഥം. ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം, ഈ 4 കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഈ മലത്തിലിരിക്കുന്ന പുഴുക്കൾക്കും അതുപോലെ ഈ മനുഷ്യലോകത്തിലുള്ള ജീവന്മാർക്കും കാമഭോഗങ്ങളെ ആശ്രയിക്കുന്നവർക്ക് മറ്റൊരു ലക്ഷ്യം ഇല്ല. എന്നാൽ നിങ്ങൾ ആശ്രയിക്കേണ്ടതിനൊന്നുമല്ല. ഇതിനെ ആശ്രയിക്കണം? തപസ്സിനെ ആശ്രയിക്കണം. തപോ ദിവ്യം പുത്രകായേന സത്വം, അതുകൊണ്ട് യാതൊന്നുകൊണ്ട് സത്വം, അന്ധകരണം ശുദ്ധമാകും, അന്ധകരണം ശുദ്ധമാകും. യസ്മാത്തു, ആ യാതൊന്നിൻ്റെ ഫലമായിട്ട് അനന്തം നിത്യമായിരിക്കുന്ന ബ്രഹ്മസൗഖ്യം, ബ്രഹ്മാനന്ദം അനുഭവിക്കാറാകും. ഹേ പുത്രകാഹ, അല്ലയോ പുത്രന്മാരെ, നൃലോകേ മനുഷ്യലോകത്തിൽ ദേഹഭാജാം ശരീരം സ്വീകരിച്ചവരുടെ അയം ദേഹ, ഈ ശരീരം
കഷ്ടാൻ കഷ്ടങ്ങളായിരിക്കുന്ന കാമാൻ കാമഭോഗങ്ങളെ ന അർഹതേ അർഹിക്കുന്നില്ല. വിഡ്ഭുജാം മലം തിന്നുന്ന പുഴുക്കൾക്കും ഏ യാതൊന്നു ഉണ്ട്. ദിവ്യം നിങ്ങൾ അഭൗമമായിരിക്കുന്ന എന്നാണ് ദിവ്യം എന്ന് പറഞ്ഞാൽ തപഹ തപസ്സിനെയാണ് ആശ്രയിക്കേണ്ടത്. ഏന യാതൊന്നുകൊണ്ട് സത്വം അന്ധക്കരണം ശുദ്ധിയേ ശുദ്ധമാകും. യസ്മാത്തു യാതൊന്നിൻ്റെ ഫലമായിട്ട് അനന്തം നിത്യമായിരിക്കുന്ന ബ്രഹ്മസൗഖ്യം ബ്രഹ്മാനന്ദം അനുഭവിക്കാറാകും. അർഹ പൂജായാം യോഗ്യത്വേച്ച. അല്ലയോ പുത്രന്മാരെ, മലത്തിലെ കൃമികൾക്ക് പോലും അനുഭവിക്കത്തക്ക നിന്ദ്യമായിരിക്കുന്ന സുഖഭോഗങ്ങൾക്കല്ല മനുഷ്യജന്മം. തപസ്സനുഷ്ഠിച്ച് സത്വഗുണം പോഷിപ്പിച്ച് ബ്രഹ്മാനന്ദം അനുഭവിക്കലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഋഷഭദേവൻ്റെ ആദ്യത്തെ ഉപദേശം. ഹേ പുത്രകാഹ നൃലോകേ ദേഹഭാജാം അയം ദേഹ കഷ്ടാൻ കാമാൻ ന അർഹതേ. വിഡ്ഭുജാം യേ ദിവ്യം തപഃ യേന സത്വം ശുദ്ധ്യേത് യസ്മാത്തു അനന്തം ബ്രഹ്മസൗഖ്യം. അനന്തം ബ്രഹ്മസൗഖ്യം എന്നുകൂടി പറയാം. ഹേ പുത്രകാഹ നൃലോകേ ദേഹഭാജാം അയം ദേഹ കഷ്ടാൻ കാമാൻ ന അർഹതേ. വിഡ്ഭുജാം യേ ദിവ്യം തപഃ യേന സത്വം ശുദ്ധ്യേത് യസ്മാത്തു അനന്തം ബ്രഹ്മസൗഖ്യം. അല്ലയോ പുത്രന്മാരെ, മനുഷ്യലോകത്തിൽ ശരീരം സ്വീകരിച്ചവരുടെ ഈ ശരീരം കഷ്ടങ്ങളായിരിക്കുന്ന കാമഭോഗങ്ങളെ അർഹിക്കുന്നില്ല. മലം തിന്നുന്ന പുഴുക്കൾക്കും ഇതൊക്കെ ഉണ്ട്, യാതൊന്നുണ്ട്. നിങ്ങൾ അഭൗമമായിരിക്കുന്ന തപസ്സിനെയാണ് ആശ്രയിക്കേണ്ടത്. യാതൊന്നുകൊണ്ട് അന്ധക്കരണം ശുദ്ധമാകും. യാതൊന്നിൻ്റെ ഫലമായിട്ട് നിത്യമായിരിക്കുന്ന ബ്രഹ്മാനന്ദം അനുഭവിക്കാറാകും. അതാണ് പറഞ്ഞത്, അല്ലയോ പുത്രന്മാരെ, മലത്തിലെ കൃമികൾക്ക് പോലും അനുഭവിക്കത്തക്ക നിന്ദ്യമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങളുടെ മനുഷ്യജന്മം. തപസ്സനുഷ്ഠിച്ച് സത്വഗുണം പോഷിപ്പിച്ച് ബ്രഹ്മാനന്ദം അനുഭവിക്കലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ. കാമാൻ അർഹതേ കാമാൻ അർഹതേ. വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേത് യസ്മാത് ബ്രഹ്മ സൗഖ്യം തു അനന്തം എന്നുള്ളതാണ്. ബ്രഹ്മസൗഖ്യം ത്വനന്തം എന്നായത്. ത്വനന്തം. അപ്പോൾ നൃലോകേ മനുഷ്യലോകത്തിൽ ദേഹഭാജാം ദേഹം ധരിച്ചിരിക്കുന്നവരുടെ അയം ദേഹ ഈ ശരീരം. വിഡ്ഭുജാം മലം ഭക്ഷിക്കുന്നവർക്കും ഏ സന്ധി യാതൊന്നുകളുണ്ടോ. കഷ്ടാൻ ദുഃഖങ്ങളെ ജനിപ്പിക്കുന്ന താൻ കാമാൻ ആ കാമങ്ങളെ ന അർഹതേ അവൻ അർഹിക്കുന്നില്ല. പുത്രകാഹ ഹേ പുത്രന്മാരെ, ദിവ്യം തപഃ ഉത്കൃഷ്ടമായ തപസ്സിനെ അർഹിക്കുന്നു. നീ നിൻ്റെ ദേഹം ഈ ഉത്കൃഷ്ടമായ തപസ്സിനെയാണ് അർഹിക്കുന്നത്. ഏന യാതൊന്നിനാൽ സത്വം ശുദ്ധിയേ അന്ധകരണം ശുദ്ധമാകും. യസ്മാത്തു യാതൊന്നിൽ നിന്നാകട്ടെ അനന്തം അവധിയില്ലാത്ത ബ്രഹ്മസൗഖ്യം ബ്രഹ്മാനന്ദം നിനക്ക് ലഭിക്കുന്നു. നൃലോകേ ദേഹഭാജാം അയം ദേഹ വിഡ്ഭുജാം യേ സന്തി കഷ്ടാൻ കാമാൻ ന അർഹതേ. പുത്രകാഹ ദിവ്യം തപഃ അർഹതി യേന സത്വം ശുദ്ധേത് യസ്മാത്തു അനന്തം ബ്രഹ്മസൗഖ്യം. മനുഷ്യലോകത്തിൽ ദേഹം ധരിച്ചിരിക്കുന്നവരുടെ ഈ ശരീരം മലം ഭക്ഷിക്കുന്നവകൾക്കും യാതൊന്നുകളുണ്ടോ. അങ്ങനെയുള്ള കഷ്ടങ്ങളായിരിക്കുന്ന ദുഃഖങ്ങളെ ജനിപ്പിക്കുന്ന ആ കാമങ്ങളെ അത് അർഹിക്കുന്നില്ല. പുത്രന്മാരെ, ഉത്കൃഷ്ടമായ തപസ്സിനെ നിങ്ങളുടെ ശരീരം അർഹിക്കുന്നു. യാതൊന്നിനാൽ ആ അന്ധകരണം ശുദ്ധമായിട്ട് യാതൊന്നിൽ നിന്ന് ആകട്ടെ അവധിയില്ലാത്ത ആ ബ്രഹ്മാനന്ദം നമുക്ക് ലഭിക്കുന്നു. 5-ാം അധ്യായത്തിൽ ഋഷഭദേവൻ പുത്രന്മാരോട് മോക്ഷധർമ്മങ്ങൾ ഉപദേശിച്ച് അനുശാസിക്കുന്നു. ഇതുമുതൽ 27 ശ്ലോകം ഉപദേശവചനം ആണ്. വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതാണ്. ഹേ പ്രിയപുത്രന്മാരെ, മനുഷ്യലോകത്തിൽ ദേഹം ധരിച്ചവരിൽ വെച്ച് ഈ മനുഷ്യ ശരീരം ആർക്കു സിദ്ധിച്ചിരിക്കുന്നുവോ
അവർ സൂകരാദി ക്ഷുദ്രജന്തുക്കൾക്ക് കൂടി അനുഭവിക്കുന്ന തുച്ഛങ്ങളും ക്ലേശങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്നവയും ആയിരിക്കുന്ന ആ വിഷയസുഖങ്ങളെ അനുഭവിപ്പാനുള്ളവരല്ല. ദേഹം ലഭിച്ചിരിക്കുന്നത് ഈ ക്ഷുദ്രമായിരിക്കുന്ന കാമഭോഗങ്ങളെ അനുഭവിക്കാനല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിഷയസുഖങ്ങളെ അനുഭവിക്കാനുള്ളവയല്ല. ശ്വാക്കൾ മുതലായ പ്രാണിവർഗങ്ങൾക്ക് സുലഭമായിട്ട് സിദ്ധിക്കുന്ന നിസ്സാര സുഖങ്ങളെ മനുഷ്യരും അന്വേഷിക്കുന്നതായാൽ പ്രാണി സാധാരണമായിരിക്കുന്ന ജീവിത രീതിയെ അവരും അനുസരിക്കുന്നു. അതിനാൽ മനുഷ്യോചിത വ്യാപാരത്തിൽ മനസ്സിരുത്താത്ത ദോഷത്തിന് അവർ പാത്രമായിത്തീരുന്നു. അപ്പോൾ മനുഷ്യർ ഉത്കൃഷ്ടമായിരിക്കുന്ന തപസ് ചെയ്യാൻ, മനുഷ്യരുടെ ജീവൻ എന്തിനാ ഉത്കൃഷ്ടമായിരിക്കുന്ന തപസ് ചെയ്യുവാനുള്ളവർ ആകണു മനുഷ്യർ. ആ തപസ്സിനാൽ അവരുടെ അന്ധകരണം പരിശുദ്ധിയെ പ്രാപിക്കും. അപ്പോൾ അനന്തമായിരിക്കുന്ന ബ്രഹ്മാനന്ദം അനുഭവപ്പെടും. ബ്രഹ്മാനന്ദം സ്ഫുരിക്കാത്തത് അന്ധകരണത്തിലുള്ള രാഗാദി വൃത്തിരൂപ ചലനം നിമിത്തമാകുന്നു. അപ്പോൾ തപസ്സിനാൽ ഈ ചാഞ്ചല്യം നിരപ്പിക്കണം. അപ്പോൾ ആ ബ്രഹ്മാനന്ദം സ്ഫുരിക്കും. ആ പരമാനന്ദാനുഭവമാണ് ആ മനുഷ്യർക്ക് ഉചിതമായിരിക്കുന്ന ലക്ഷ്യം എന്നുള്ളതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ വിഡ്ഭുജാം യേ സന്ദിതാൻ കഷ്ടാൻ കാമാൻ നൃലോകേ ദേഹഭാജാം അയം ദേഹ ന അർഹതേ. മരത്തിലെ കൃമികൾക്ക് പോലും യാവചില ഭോഗങ്ങൾ സുലഭമാണോ? ദുഃഖപ്രദങ്ങളായിരിക്കുന്ന ആ നിസ്സാര ഭോഗങ്ങൾ അനുഭവിക്കുവാൻ ഈ ശരീരം യോജിച്ചതല്ല. ഇവിടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഉത്കൃഷ്ടമായിരിക്കുന്ന മനുഷ്യദേഹം ഹേ പുത്രകാഹ ദിവ്യം തപഃ അർഹതി. ഹേ പുത്രന്മാരെ, ഉത്കൃഷ്ടമായിരിക്കുന്ന തപസ് ചെയ്യുവാൻ അത് അർഹമാകുന്നു. യേന സത്വം ശുദ്ധേർ യസ്മാത് അനന്തം ബ്രഹ്മസൗഖ്യം ഭവതി. ആ തപസ്സുകൊണ്ട് അന്ധക്കരണം അതിപരിശുദ്ധമായി തീരും. ആ ശുദ്ധി ഹേതുവായിട്ട് ദേശകാല പരിച്ഛേദമില്ലാത്ത ബ്രഹ്മാനന്ദം അനുഭവിക്കുകയും ചെയ്യും. ഇനി ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞാൽ നോക്കാം. വ്യാഖ്യാനത്തിൽ പഞ്ചമേ മോക്ഷധർമ്മോപദേശി, പഞ്ചമത്തിൽ ആ മോക്ഷധർമ്മത്തെ ഉപദേശിക്കുന്നു. പുത്രാനുശാസനം, പുത്രനാൽ അനുശാസനം ആയിട്ടുള്ള അമോക്ഷധർമ്മം. ഉക്തം പാരമഹംസ്യം ച തസ്യ ദ്വന്ദ്വതിതിക്ഷയാ. ഇതൊക്കെ പരമഹംസന്മാർക്ക് ചേർന്നതായിട്ടുള്ള ആ ഉപദേശങ്ങളാണ്. ഋഷഭ ഉവാച, ഋഷഭൻ പറയുന്നു, ഹേ പുത്രകാഹ, അല്ലയോ പുത്രന്മാരെ, ദേഹധാരിണാം ദേഹോ, ദേഹധാരികൾക്ക് ഈ ദേഹം വിഡ്ഭുജാമിവ, ക്ഷുദ്രജീവികൾ അനുഭവിക്കുന്ന വിഷയഭോഗാർത്ഥത്തിന് ന തർഹി, അർഹിക്കുന്നതല്ല എന്നുള്ളതാണ്. ദേഹധാരിണാം ദേഹോ വിഡ്ഭുജാമിവ വിഷയഭോഗാർത്ഥം ന തർഹി, എന്നാൽ ദിവ്യമായിട്ടുള്ളതാണ്. ദിവ്യമായിട്ടുള്ളതാണ് ഈ ശരീരം. എന്തിനു വേണ്ടിയിട്ടാണ്? തപക്കർത്തും ക്ഷമോസ്തി, തപസ് ചെയ്യാൻ ആയിട്ടാണ്. ക്ഷമോസ്തി ഏന, തപസ്സും ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തപസാനന്ദം ബ്രഹ്മസുഖം ഭവതി. തപസ്സിന് ശേഷം ആ ബ്രഹ്മസുഖത്തെ അനുഭവിക്കാനുള്ളതാണ് ഈ ശരീരം എന്നാണ്. ഹേ പുത്രകാഹ, അല്ലയോ പുത്രന്മാരെ, ദേഹധാരിണാം ദേഹോ വിഡ്ഭുജാമിവ വിഷയഭോഗാർത്ഥം ന തർഹി. ദേഹധാരികളുടെ ഈ ദേഹം ക്ഷുദ്രജീവികളെപ്പോലെ ആ വിഷയഭോഗാർത്ഥങ്ങളെ അനുഭവിക്കാനുള്ളതല്ല, അതിന് അർഹിക്കുന്നതല്ല. ന തർഹി ദിവ്യം, എന്നാലോ ദിവ്യമായിട്ടുള്ളതാണ് അദ്ദേഹം. എന്തിനുള്ളതാ? തപഃകർത്തും ക്ഷമോസ്തി, ക്ഷമയോട് കൂടിയിട്ട് തപസ് ചെയ്താൽ ഏന, അതുകൊണ്ട് തപസാനന്ദം, തപസ്സുകൊണ്ട് അനന്തമായിരിക്കുന്ന ബ്രഹ്മസുഖത്തെ ഭവതി, ബ്രഹ്മസുഖം ഉണ്ടായിത്തീരുന്നു, ബ്രഹ്മസൗഖ്യം ഉണ്ടാകുന്നു. ഹേ പുത്രകാഹ, ദേഹധാരിണാം ദേഹോ വിഡ്ഭുജാമിവ വിഷയഭോഗാർത്ഥം ന തർഹി ദിവ്യം തപഃ ക്രതും ക്ഷമോസ്തി യേന തപസാനന്ദം ബ്രഹ്മസുഖം ഭവതി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. മഹത്സേവാം ദ്വാരമാഹുർവിമുക്തേ തമോദ്വാരം യോഷിതാം സംഗിസംഗം മഹാന്തസ്തേ സമചിത്താഃ പ്രശാന്താ വിമന്യവ സുഹൃദ സാധവോ യേ. മഹത്സേവാം
ദ്വാരമാഹുർവിമുക്തേ സ്തമോദ്വാരം യോഷിതാം സംഗിസംഗം മഹാന്തസ്തേ സമചിത്താഃ പ്രശാന്താ വിമന്യവഃ സുഹൃദ സാധവോയേ. മഹാന്മാരെ ഉപാസിക്കുക എന്നത് മഹത് സേവ. മഹാന്മാരെ ഉപാസിക്കുന്ന എന്നത് മോക്ഷത്തിൻ്റെ പ്രവേശനദ്വാരം. ദ്വാരമാഹുർ വിമുക്ത, മോക്ഷത്തിൻ്റെ പ്രവേശനദ്വാരമാണ് മഹാന്മാരെ ഉപാസിക്കുക എന്നത്. സ്തമോദ്വാരം യോഷിതാം സംഗിസംഗം, എന്നാൽ സ്ത്രീകളുമായിട്ടുള്ള സംഘം, കൂട്ടുകെട്ട്, നരകത്തിലേക്കുള്ള പ്രവേശനദ്വാരം ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ മഹന്തസ്തേ സമചിത്താ പ്രശാന്ത, സമചിത്ത, അതുപോലെ പ്രശാന്ത, വിമന്യവ, കോപമില്ലായ്മ, സുഹൃദ്ഭാവം, അതുപോലെ സുഹൃദ സാധവോയേ, സുഹൃദ്ഭാവം, സാധുത്വം, ഇവ ആർക്കാണോ ഉള്ളത് അവരാണ് മഹാന്തസ്തേ, അവരാണ് മഹാത്മാക്കൾ. മഹാത്മാക്കൾ ആരാ? മഹാത്മാക്കള് സമചിത്താഹ, സമചിത്തത, വിമന്യവ, പ്രശാന്ത, പ്രശാന്തന്മാര്, നല്ലപോലെ ശാന്തി അനുഭവിക്കുന്നവര്, വിമന്യവ, കോപമില്ലായ്മ അനുഭവിക്കുന്നവര്, സുഹൃദ, സുഹൃദ്ഭാവം അനുഭവിക്കുന്നവര്, സാധുത്വം, സാധുത്വം ഉള്ളവര്. ഇവ ആർക്കോ അവരാണ് സുഹൃദ സാധവോയെ, അവരാണ് മഹാന്ത, മഹാന്തസ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാർ, അവരാണ് മഹാത്മാക്കൾ, അവരാണ് എന്നർത്ഥം. അപ്പോൾ മഹത് സേവ, മഹാന്മാരെ ഉപാസിക്കുക എന്നത് വിമുക്തയെ, മോക്ഷത്തിൻ്റെ ദ്വാരം, പ്രവേശനദ്വാരമായിട്ടും, യോഷിതാം, സ്ത്രീകളുടെ സംഗിസംഗം, സംഘമുള്ളവരുടെ കൂട്ടുകെട്ട്, തമോദ്വാരം, നരകത്തിലേക്കുള്ള പ്രവേശനദ്വാരമായും ആഹുഹു പറയുന്നു. സമചിത്താഹ, സമചിത്തത, വിമന്യവ, കോപമില്ലായ്മ, സുഹൃദ, സുഹൃദ്ഭാവം, സാധവ, സാധുത്വം, യേ, ഇവ ആർക്കാണോ, തേ, അവരാണ് മഹാന്ത, മഹാത്മാക്കള്. എന്നുകൂടി പറയാം. മഹത് സേവ, മഹാന്മാരെ ഉപാസിക്കുക എന്നത് വിമുക്തയെ, മോക്ഷത്തിൻ്റെ ദ്വാരം, പ്രവേശനദ്വാരമായും, യോഷിതാം, സ്ത്രീകളുടെ സംഗിസംഗം, സംഘമുള്ളവരുടെ കൂട്ടുകെട്ട്, തമോദ്വാരം, നരകത്തിലേക്കുള്ള പ്രവേശനദ്വാരമായും ആഹുഹു പറയുന്നു. സമചിത്താഹ, സമചിത്തത, വിമന്യവ, കോപമില്ലായ്മ, സുഹൃദ, സുഹൃദ്ഭാവം, സാധവ, സാധുത്വം, യേ, ഇവ ആർക്കാണോ, തേ, അവരാണ് മഹാന്ത, മഹാത്മാക്കള്. മഹൽസേവാം വിമുക്തേഹ ദ്വാരം യോഷിതാം സംഗിസംഗം തമോദ്വാരം ആഹുഹു. സമചിത്താഹ, വിമന്യവഃ, സുഹൃദഃ, സാധവഃ, ത്വം യേ, സാധുത്വം യേ, തേ മഹാന്തഃ. എന്നുകൂടി പറയാം. മഹത്സേവാം വിമുക്തേ ദ്വാരം യോഷിതാം സംഗിസംഗം തമോദ്വാരം ആഹുഹു. സമചിത്താഹ, വിമന്യവഃ, സുഹൃദഃ, സാധവഃ, യേ, തേ മഹാന്തഃ. മഹാന്മാരെ ഉപാസിക്കുക എന്നത് മോക്ഷത്തിൻ്റെ പ്രവേശനദ്വാരമായും, സ്ത്രീകളുടെ സംഘമുള്ളവരുടെ കൂട്ടുകെട്ട് നരകത്തിലേക്കുള്ള പ്രവേശനദ്വാരമായും പറയുന്നു. സമചിത്തത, കോപമില്ലായ്മ, സുഹൃദ്ഭാവം, സാധുത്വം, ഇവ ആർക്കാണോ അവരാണ് മഹാത്മാക്കൾ. മഹൽസേവ എന്നിടത്ത് മഹാത്മാനം സേവ എന്ന് പാഠാന്തരമുണ്ട്. അപ്പോൾ സജ്ജന സംസർഗം മോക്ഷദ്വാരം ആണ്. സ്ത്രീലമ്പടന്മാരുമായിട്ടുള്ള സംസർഗം അജ്ഞാനാന്ധകാരത്തിൻ്റെ ദ്വാരവുമാണ്. സജ്ജനങ്ങൾ എന്നാൽ സമചിത്തത, ശാന്തത, ക്രോധമില്ലായ്മ, സൗഹൃദം ഇത്യാദി ഗുണങ്ങളാൽ സമ്പന്നരാണ് സമചിത്തന്മാർ. അപ്പോൾ മഹൽ സേവ, മഹാന്മാരുടെ സേവയെ, വിമുക്തയെ, മോക്ഷത്തിൻ്റെ ദ്വാരം ആഹുഹു, ദ്വാരമായിട്ട് പറയുന്നു. യോഷിതാം, സ്ത്രീകളുടെ സംഘം, സംസർഗമുള്ളവരോട് ചേരുന്നത്, തമോദ്വാരം, സംസാരത്തിൻ്റെ ദ്വാരമെന്നും ആഹുഹു പറയുന്നു. സാധവ, സദാചാരനിഷ്ഠന്മാരും, സുഹൃദ, സുഹൃത്തുക്കളും, വിമന്യവ, ക്രോധമില്ലാത്തവരും, പ്രശാന്താഹ, മനോവൃത്തികൾ നന്നായി അടങ്ങിയിരിക്കുന്നവരും, സമചിത്താഹ, സമരൂപമായ ചിത്തമുള്ളവരും, യേ, യാതൊരുത്തരോ, തേ മഹാന്ത, അവർ മഹാന്മാരാകുന്നു. മഹൽസേവാം വിമുക്തേ ദ്വാരം യോഷിതാം സംഗിസംഗം തമോദ്വാരം ആഹുഹു. സാധവ, സുഹൃദ,
വിമന്യവഃ പ്രശാന്താഃ സമചിത്താഃ യേ തേ മഹാന്തഃ. മഹാന്മാരുടെ സേവയെ മോക്ഷത്തിൻ്റെ ദ്വാരമായിട്ട് പറയുന്നു. സ്ത്രീകളുടെ ആ സംസർഗമുള്ളവരോട് ചേരുന്നത് സംസാരത്തിൻ്റെ ദ്വാരമെന്നും പറയുന്നു. സദാചാരനിഷ്ഠന്മാരും സുഹൃത്തുക്കളും ക്രോധമില്ലാത്തവരും മനോവൃത്തികൾ നന്നായി അടങ്ങിയിരിക്കുന്നവരും സമചിത്തന്മാരും സമരൂപമായ ചിത്തമുള്ളവരും യാതൊരുത്തരോ അവര് മഹാന്മാരാകുന്നു. ബ്രഹ്മാനന്ദാനുഭവ രൂപമായിരിക്കുന്ന, അപ്പോൾ ഇതിൻ്റെ മുമ്പിലത്തെ ഇത് എന്താ പറഞ്ഞത് ഒന്നുകൂടി പറയാം. 5-ാം അധ്യായത്തിൽ ഋഷഭദേവൻ പുത്രന്മാരോട് മോക്ഷധർമ്മങ്ങൾ ഉപദേശിച്ച് അനുശാസിക്കുന്നു. ഇത് മുതൽ 27 ശ്ലോകം ഉപദേശവചനം. ഹേ പ്രിയപുത്രന്മാരെ, മനുഷ്യലോകത്തിൽ ദേഹം ധരിച്ചവരിൽ വെച്ച് ഈ മനുഷ്യ ശരീരം ആർക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അവർ സൂകരാദി ക്ഷുദ്ര ജന്തുക്കൾ കൂടി അനുഭവിക്കുന്ന തുച്ഛങ്ങളും ക്ലേശങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്നവയുമായിട്ടുള്ള വിഷയസുഖങ്ങളെ അനുഭവിക്കാനുള്ളവരല്ല. ശ്വാക്കൾ മുതലായ പ്രാണിവർഗങ്ങൾക്ക് സുലഭമായി സിദ്ധിക്കുന്ന നിസ്സാര സുഖങ്ങളെ മനുഷ്യരും അന്വേഷിക്കുന്നതായ പ്രാണി സാധാരണമായ ജീവിത രീതിയെ അവരും അനുസരിക്കുന്നു. അതിനാൽ മനുഷ്യോചിത വ്യാപാരത്തിൽ മനസ്സിരുത്താത്ത ദോഷത്തിന് അവർ പാത്രമായിത്തീരുന്നു എന്ന് പറഞ്ഞു. മനുഷ്യർ ഉത്കൃഷ്ടമായിരിക്കുന്ന തപസ് ചെയ്യുവാനുള്ളവരാകുന്നു. ആ തപസ്സിനാൽ അവരുടെ അന്ധകരണം പരിശുദ്ധിയെ പ്രാപിക്കുന്നു. അപ്പോൾ അനന്തമായിരിക്കുന്ന ബ്രഹ്മാനന്ദം അനുഭവപ്പെടും. ബ്രഹ്മാനന്ദം സ്ഫുരിക്കാത്തത് അന്ധകരണത്തിലുള്ള രാഗാദി വൃത്തി രൂപചലനം നിമിത്തമാകുന്നു. തപസ്സിനാൽ ആ ചാഞ്ചല്യം നിലപ്പിക്കണം. അപ്പോൾ ബ്രഹ്മാനന്ദം സ്ഫുരിക്കും. ആ പരമാനന്ദാനുഭവമാണ് മനുഷ്യർക്ക് ഉചിതമായിട്ടുള്ളത് പറയുന്നു, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നു. അപ്പോൾ ബ്രഹ്മാനന്ദാനുഭവ രൂപമായിരിക്കുന്ന മോക്ഷത്തിൻ്റെയും ജരാമരണ രൂപമായിരിക്കുന്ന ബന്ധത്തിൻ്റെയും പ്രധാന കാരണത്തെ ഉപദേശിക്കുകയാണ്. ബ്രഹ്മാനന്ദാനുഭവ രൂപമായിരിക്കുന്ന മോക്ഷത്തിൻ്റെയും ജന്മജരാമരണ രൂപമായിരിക്കുന്ന ബന്ധത്തിൻ്റെയും പ്രധാന കാരണത്തെ ഉപദേശിക്കുന്നു. മഹാന്മാരെ സേവിക്കുന്നത് മോക്ഷമടയുവാൻ ഉള്ള മാർഗമാകുന്നു. സ്ത്രീജനങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങളോട് ചേരുന്നത് ഉപരി സംസാരത്തിൽ പ്രവേശിക്കുന്നതിനും കാരണമായി തീരുന്നു. സദാചാരങ്ങളെ വിടാതിരിക്കുന്നവരും സർവപ്രാണികളിലും സുഹൃദ്ഭാവത്തെ വെച്ചിരിക്കുന്നവരും കാമിക്കുന്ന സ്വഭാവം ഇല്ലാത്തതിനാൽ ക്രോധം എന്ന മഹദ്വേഷത്തിൽ നിന്നും വിട്ടിരിക്കുന്നവരും ചിത്തചാഞ്ചല്യത്തെ ആത്മവിചാരത്താൽ അടക്കിയിരിക്കുന്നവരും ലൗകികങ്ങളായ സുഖദുഃഖങ്ങളാൽ വികാരപ്പെടാതെ ഏകനിലയെ അംഗീകരിച്ചവരും യാതൊരുത്തരോ അവരാകുന്നു മഹാന്മാർ. അവരുടെ സംസർഗത്തെ സമ്പാദിക്കുന്നതാണ് മോക്ഷപ്രാപ്തിക്കുള്ള പ്രധാന മാർഗം. മഹൽസേവാം മുക്തേ ദ്വാരം ആഹുഹു. മഹാത്മാക്കളായിട്ടുള്ള സജ്ജനങ്ങളുടെ സേവയെ മോക്ഷത്തിൻ്റെ ദ്വാരമായിട്ട് ശാസ്ത്രങ്ങളും മഹാപുരുഷന്മാരും പറയുന്നു. യോഷിതാം സംഗം തമോദ്വാരം ചാഹുഹു. വിഷയികളുടെ സംഘത്തെ സംസാരത്തിലേക്കുള്ള ദ്വാരമായിട്ടും അവർ പറയുന്നു. മഹാത്മാക്കളുടെ ലക്ഷണം പറയുന്നു. യേ സമചിത്താഃ പ്രശാന്താഃ വിമന്യവഃ സുഹൃദഃ സാധവഃ ച ഭവന്തി തേ മഹാന്തഃ ഭവന്തി. യാവചിലർ സർവത്ര സമദർശികളും പരമശാന്തരും കോപരഹിതരും സർവസുഹൃത്തുക്കളും ആകുന്നുവോ സദാചാര സമ്പന്നരും ആകുന്നുവോ അവരാണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. വ്യാഖ്യാനത്തിൽ മഹതാം ലക്ഷണം കിംച മഹൽസേവാം മുക്തേദ്വാരം എന്നാൽ ആ മഹാത്മാക്കളുടെ സേവ മുക്തിക്കുള്ള ദ്വാരം ആയിട്ട് വദന്തി പറയപ്പെടുന്നു. കിഞ്ച മഹൽസേവാം മുക്തേർദ്വാരം വദന്തി. വിഷയിണാം സംഘ വിഷയികളുമായിട്ടുള്ള സംഘം സംസാരസ്യ ദ്വാരമാഹു സംസാരത്തിലേക്കുള്ള ദ്വാരം എന്നും പറയപ്പെടുന്നു. കിംജ മഹൽസേവാം മുക്തേർദ്വാരം വദന്തി. മഹത്തുക്കളുമായിട്ടുള്ള അവരുടെ സേവ മുക്തിക്കുള്ള ദ്വാരമായിട്ട് പറയുന്നു. വിഷയിണാം സംഘം വിഷയികളുമായിട്ടുള്ള സംഘം സംസാരസ്യ ദ്വാരമാഹു സംസാരത്തിൽ വീണ്ടും വീണ്ടും ജന്മമരണങ്ങൾക്ക് ഇരയാവാനുള്ള ദ്വാരമായിട്ട് പറയുന്നു. മഹതാം ലക്ഷണമാഹ മഹത്തുക്കളുടെ ലക്ഷണം പറയുന്നു. ഏ സമചിത്താഹ ആരാണോ സമചിത്തന്മാരും ശാന്താഹ ശാന്തന്മാരും സർവസുഹൃദഃ സുഹൃദ്ഭാവം വയ്ക്കുന്നവരും ഗതമന്യവഹ ക്രോധിക്കാത്തവരും ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് മഹത്തുക്കൾ. മഹതാം ലക്ഷണമാഹ
യേ സമചിത്താ ആരാണോ സമചിത്തന്മാർ, ശാന്താ ശാന്തന്മാർ, സർവസുഹൃദോ സർവത്തിലും ആ സുഹൃദ്ഭാവം വയ്ക്കുന്നത്, ഗതമന്യവ ക്രോധത്തെ ഉപേക്ഷിച്ചിരിക്കുന്നവർ, ഇവരെ മഹാത്മാക്കളായിട്ട് പറയണു. അപ്പോൾ കിഞ്ച മഹൽ സേവാം മുക്തേർദ്വാരം വദന്തി വിഷയിണാം സംഗം സംസാരസ്യ ദ്വാരമാഹു മഹതാം ലക്ഷണമാഹ യേ സമചിത്താഹ ശാന്താഹ സർവസുഹൃദോ ഗതമന്യവ. ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അടുത്തതായിട്ട് മൂന്നാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. യേ വാ മയീശേ കൃതസൗഹൃദാർത്ഥാ ജനേഷു ദേഹം വാർത്തികേഷു ഗൃഹേഷു ജായ ആത്മജരാദിമത്സു ന പ്രീതിയുക്താ യാവദർത്ഥാശ്ച ലോകേ. യേ വാ മയീശേ കൃതസൗഹൃദാർത്ഥാ ജനേഷു ദേഹം ഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാദിമത്സു ന പ്രീതിയുക്താ യാവദർത്ഥാശ്ച ലോകേ. അപ്പോൾ ഈശ്വരനായ നമ്മിൽ, മയീശേ ഈശ്വരനായ നമ്മിൽ, കൃതസൗഹൃദാർത്ഥ ആ സുഹൃദ്ഭാവത്തോടും, ദേഹം ഭരവാർത്തികേഷു ശാരീരിക പോഷണാദികളിൽ മാത്രം വ്യാപൃതരായിട്ടുള്ള ജനങ്ങളിലും, ഭാര്യ മക്കൾ ഗൃഹാദികൾ ഇവയിലുമൊക്കെ ആസക്തരാകാതെ ലോകത്തിൽ യാവദർത്ഥ അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഏവ ആരാണോ അവരാണ് മഹാന്മാരെന്നാണ് പറയുന്നത്. ഏവാ മയീശേ കൃതസൗഹൃദാർത്ഥ ഈശ്വരനായ നമ്മിൽ സുഹൃദ്ഭാവത്തോടു കൂടി വർത്തിക്കുന്നവർ, ദേഹം ഭരവാർത്തികേഷു ശാരീരിക പോഷണാദികളിൽ മാത്രം വ്യാപൃതരായ ജനങ്ങളിലും, ഭാര്യ സ്വജനങ്ങൾ ജനേഷു ജായ ആത്മജാരാതിമത്സു ഭാര്യ സ്വജനങ്ങൾ, ഗൃഹേഷു ഗൃഹാദികൾ എന്നിവയിൽ ന പ്രീതിയുക്ത ആസക്തരാകാതെ ലോകത്തിൽ യാവദർത്ഥ ആരാണോ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഏവ അവരാണ് മഹാന്മാർ. അതാണ് ഏവാ മയീശേ കൃതസൗഹൃദാർത്ഥാഹ ജനേഷു ദേഹം ഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാദിമത്സു ന പ്രീതിയുക്ത യാവദർത്ഥാശ്ച ലോകേ. ഈശ്വരനായ മയി നമ്മിൽ, കൃതസൗഹൃദാർത്ഥാഹ സുഹൃദ്ഭാവത്തോടും, ദേഹം ഭരവാർത്തികേഷു ശാരീരിക പോഷണാദികളിൽ മാത്രം വ്യാപൃതരായ ജനേഷു ജനങ്ങളിലും, ജായാത്മജാരാദിമത്സു ഭാര്യ മക്കൾ സ്വജനങ്ങൾ ഗൃഹേഷു ഗൃഹാദികൾ ഇവയിൽ ന പ്രീതിയുക്ത ആസക്തരാകാതെ ലോകത്തിൽ യാവദർത്ഥഹച്ച അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഏവ ആരാണോ അവരാണ് മഹാന്മാർ. എന്നുകൂടി പറയാം. ഈശ്വരനായ മയി നമ്മിൽ, കൃതസൗഹൃദാർത്ഥാഹ സുഹൃദ്ഭാവത്തോടും, ദേഹം ഭരവാർത്തികേഷു ശാരീരിക പോഷണാദികളിൽ മാത്രം വ്യാപൃതരായ ജനേഷു ജനങ്ങളിലും, ജായാത്മജാരാദിമത്സു ഭാര്യ മക്കൾ സ്വജനങ്ങൾ ഗൃഹേഷു ഗൃഹാദികൾ ഇവയിൽ ന പ്രീതിയുക്ത ആസക്തരാകാതെ ലോകത്തിൽ യാവദർത്ഥ അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഏവ ആരാണോ അവരാണ് മഹാന്മാർ. ഇപ്പോൾ പറഞ്ഞു മഹത് സേവാം ദ്വാരമാഹുർ വിമുക്തേ തമോദ്വാരം യോഷിതാ സംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്താ വിമന്യവ സുഹൃദ സാധവോ യേ. ഗൃഹേഷു ജായാത്മജരാതിമത്സു ന പ്രീതിയുക്ത യാവദർത്ഥാശ്ച ലോകേ. ഏവാ മയീശേ കൃതസൗഹൃദാർത്ഥ ജനേഷു ദേഹം ഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാതിമത്സു ന പ്രീതിയുക്ത യാവദർത്ഥാശ്ച ലോകേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈശേ മയി കൃതസൗഹൃദാർത്ഥാഃ ദേഹം ഭരവാർത്തികേഷു ജനേഷു ജായാത്മജാരാദിമത്സു ഗൃഹേഷു ന പ്രീതിയുക്താഃ ലോകേ യാവദർത്ഥഃ ച ഏവ
എന്നുകൂടി പറയാം. ഈശേ മയി കൃതസൗഹൃദാർത്ഥാഃ ദേഹംഭരവാർത്തികേഷു ജനേഷു ജായാത്മജാരാദിമൽസു ഗൃഹേഷു ന പ്രീതിയുക്താ ലോകേ യാവദർത്ഥഃ ച യേവ. ഈശ്വരനായ നമ്മിൽ സുഹൃദ്ഭാവത്തോടും ശാരീരിക പോഷണാദികളിൽ മാത്രം വ്യാപൃതരായ ജനങ്ങളിലും ഭാര്യ, മക്കൾ, ജനങ്ങൾ, ഗൃഹാദികൾ എന്നിവയിൽ ആസക്തരാകാതെ ലോകത്തിൽ അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നത് ആരാണോ അവരാണ് മഹാന്മാർ. പ്രകാരാന്തരേണ പറഞ്ഞാൽ ഈശ്വരനായിരിക്കുന്ന നമ്മിലുള്ള സൗഹൃദത്തെ പരമപുരുഷാർത്ഥമായി കരുതുന്നവരും ഭൗതിക സുഖങ്ങളെ വാഴ്ത്തുമെന്നവരിലും ഗൃഹം, പത്നി, പുത്രൻ, ധനം ഇവയിൽ ആസക്തിയുള്ളവരിലും ശ്രദ്ധിക്കാത്തവരും അത്യാവശ്യം ഉപജീവനത്തിന് മാത്രം ധനം സ്വരൂപിക്കുന്നവരും ആരോ അവരാണ് മഹാന്മാർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുവരാകട്ടെ ഈശേമയി ഈശ്വരനായ എന്നിൽ കൃതസൗഹൃദാർത്ഥ കൃതമായിരിക്കുന്ന സൗഹൃദമാകുന്ന അർത്ഥത്തോടു കൂടിയവരോ ദേഹംഭരവാർത്തികേഷു ദേഹത്തെ ഭരിക്കുന്നതിനുപകരിക്കുന്ന വ്യാപാരങ്ങളോടുകൂടിയ ജനേഷു ജനങ്ങളിലും ജായാത്മജാരാദിമൽസു ഭാര്യാപുത്രന്മാർ, ധനം ഇവയോടുകൂടിയ ഗൃഹേഷു ഗൃഹങ്ങളിലും ന പ്രീതിയുക്താഹ പ്രീതിയുക്തന്മാരല്ലാതിരിക്കുന്നു. ലോകേ ലോകത്തിൽ യാവദർത്ഥാച്ച എത്രത്തോളം പ്രയോജനമോ അത്ര പ്രയോജനത്തെ ആവശ്യപ്പെടുന്നവരും. ഇവിടെ പറയാം യാതൊരുവരാകട്ടെ ഈശേമയി ഈശ്വരനായ എന്നിൽ കൃതസൗഹൃദാർത്ഥ കൃതമായ സൗഹൃദമാകുന്ന അർത്ഥത്തോടു കൂടിയവരോ ദേഹംഭരവാർത്തികേഷു ദേഹത്തെ ഭരിക്കുന്നതിനുപകരിക്കുന്ന വ്യാപാരങ്ങളോട് കൂടിയ ജനേഷു ജനങ്ങളിലും ജായാത്മജരാദിമൽസു ഭാര്യാപുത്രന്മാർ, ധനം ഇവയോടുകൂടിയ ഗൃഹേഷു ഗൃഹങ്ങളിലും ന പ്രീതിയുക്തന്മാരല്ലാതിരിക്കുന്നു. ലോകേ ലോകത്തിൽ യാവദർത്ഥാച്ച എത്രത്തോളം പ്രയോജനമോ അത്ര പ്രയോജനത്തെ ആവശ്യപ്പെടുന്നവരും അവരാണ് മഹാന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈശേ മയി കൃതസൗഹൃദാർത്ഥ ദേഹംഭരവാർത്തികേഷു ജനേഷു ജായാത്മജരാദിമൽസു ഗൃഹേഷു ന പ്രീതിയുക്താഃ ലോകേ യാവദർത്ഥഃ അർത്ഥാഃ ച. അപ്പോൾ യാതൊരുവരാകട്ടെ ഈശ്വരനായിരിക്കുന്ന എന്നിൽ കൃതമായിരിക്കുന്ന സൗഹൃദമാകുന്ന അർത്ഥത്തോടു കൂടിയവരോ ദേഹത്തെ ഭരിക്കുന്നതിനുപകരിക്കുന്ന വ്യാപാരങ്ങളോട് കൂടിയ ജനങ്ങളിലും പുത്രന്മാർ, ധനം ഇവയോടുകൂടിയ ഗൃഹങ്ങളിലും പ്രീതിയുക്തരല്ലാതിരിക്കുന്നുവോ അവർ ലോകത്തിൽ എത്രത്തോളം പ്രയോജനമോ അത്ര പ്രയോജനത്തെ ആവശ്യപ്പെടുന്നവരും മഹാന്മാരും ആയിരിക്കുന്നു. മഹാന്മാരുടെ മുഖ്യമായ മറ്റൊരു ലക്ഷണത്തെ ഉപദേശിക്കുന്നു. അതാണ് ഈ ശ്ലോകം. ഈശ്വരനായ എന്നിൽ പരമപ്രേമത്തെ നിബന്ധിക്കുന്നതിനെ തന്നെ പരമപുരുഷാർത്ഥ പ്രാപ്തി മാർഗമായിട്ട് കരുതുന്നവർ യാതൊരുത്തരോ ദേഹാദികളെ ഭരിപ്പാനുപകരിക്കുന്ന ധനാർജന ദിവ്യ വ്യാപാരം മാത്രമല്ലാതെ ഭഗവൻ മാഹാത്മ്യത്തെ നിരൂപിക്കുന്ന സ്വഭാവമില്ലാത്ത ജനങ്ങളിലും ഭാര്യാപുത്രന്മാർ, ധനാദികൾ എന്നിവയടങ്ങിയിരിക്കുന്ന ഗൃഹങ്ങളിലും പ്രീതിയില്ലാതിരിക്കുന്നവർ യാതൊരുത്തരോ ഭഗവാനെ ഭജിക്കുവാൻ ആവശ്യമായ ശരീരം നിർവഹിപ്പാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ആവശ്യത്തെ മാത്രം ലോകത്തിൽ നിന്ന് കാക്ഷിക്കുന്നവർ യാതൊരുത്തരോ ഇവർ മഹാന്മാരാകുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏവാമയി ഈശേ കൃത സൗഹൃദാർത്ഥാഃ ദേഹംഭരവാർത്തികേഷു ജനേഷു ജായാത്മജാരാദി മൽസു ഗൃഹേഷു ച ന പ്രീതിയുക്താഃ ലോകേ യാവദർത്ഥാഃ ച ഭവന്തി തേ മഹാന്തഃ ഭവന്തി. അല്ലെങ്കിൽ യാവചിലർ സർവേശ്വരനായിരിക്കുന്ന എന്നിൽ ചെയ്യപ്പെട്ട പ്രേമത്തെ തന്നെ പരമപുരുഷാർത്ഥമായി കരുതുന്നവരും വിഷയങ്ങളെപ്പറ്റി മാത്രം വർണ്ണിക്കുന്ന വിഷയങ്ങളിലും പത്നി, പുത്രൻ, ധനം എന്നിവയോടുകൂടിയ ഗൃഹാദികളിലും ശക്തിയില്ലാത്തവരും ലോകത്തിൽ ശരീരസന്ധാരണാർത്ഥം അത്യാവശ്യമായത് മാത്രം സ്വീകരിക്കുന്നവരുമായി ഭവിക്കുന്നുവോ അവരാകുന്നു മഹാത്മാക്കൾ. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം.
അധലോകേ ഏവം ഭൂതാഹ മഹാന്ത ഇപ്രകാരം മഹാന്മാർ അധലോകെ ഈ ലോകത്തിൽ യതേന്ദ്രിയപ്രിയതേ വിഷയ സാമഗ്രിം സമ്പദ്യതേ അല്ല അതിന് മുമ്പ് മഹതാം ലക്ഷണമായ ഈ സമചി പറഞ്ഞു ദേഹം രണ്ടാമത്തെ ദേഹാഭിമാനി ജനേഷു ച പ്രീതിയുക്താഹ ദേഹാഭിമാനികളായിരിക്കുന്ന ജനങ്ങളിൽ ന പ്രീതിയുക്ത പ്രീതിയില്ലാത്തവർ അവർ മഹാന്മാരാണ്. ഏവം ഭൂതാ മഹാന്ത ദേഹാഭിമാനിയായിരിക്കുന്ന ജനങ്ങളിൽ പ്രീതിയില്ലാത്തവരെയാണ് ഈ പറഞ്ഞ പോലുള്ള ദേഹാഭിമാനിയായിട്ടുള്ള ജനങ്ങളിൽ പ്രീതിയില്ലാത്തവരെയാണ് മഹാന്തഹ മഹാന്മാരെന്ന് പറയപ്പെടുന്നത്. ദേഹാഭിമാനി ജനേഷു ച ദേഹാഭിമാനി ജനേഷു ച ന പ്രീതിയുക്താഹ ഏവം ഭൂതാ മഹാന്തഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. നൂനം പ്രമത്തഃ കുരുതേ വികർമ്മ യദിന്ദ്രിയപ്രീതയ ആപ്രണോതി ന സാധുമന്യേ യത ആത്മനോയം അസന്നഭി ക്ലേശദ ആസദേഹഃ. നൂനം പ്രമത്തഃ കുരുതേ വികർമ്മ യദിന്ദ്രിയപ്രീതയ ആപ്രണോതി ന സാധുമന്യേ യത ആത്മനോയമസന്നഭിക്ലേശത ആസദേഹഃ. ആ ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് എപ്പോഴോ അപ്പോൾ പ്രമത്തനായിട്ട് അരുതാത്ത കർമ്മങ്ങൾ ചെയ്യണു. നൂനം പ്രമത്തഃ കുരുതേ വികർമ്മം ചെയ്യണു ആ പ്രമത്തന്മാർ. ഏത് ഇന്ദ്രിയപ്രീതയ ആപ്രണോതി ആ ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അവർ പ്രമത്തന്മാരായിട്ട് വികർമ്മങ്ങളെ ചെയ്യണു എന്നർത്ഥം. വികർമ്മ അരുതാത്ത കർമ്മം ചെയ്യണു, കുരുതേ ചെയ്യുന്നു, നൂനം അത് തീർച്ചയാണെന്നർത്ഥം. അസൻ അപി മിഥ്യയാണെന്നിരിക്കലും ആത്മനഃ തനിക്ക് ക്ലേശത്തെ വരുത്തിയ ഈ ശരീരം ഏതിൽ നിന്നാണോ ഉണ്ടായത് അതിൻ്റെ ആവർത്തനം നല്ലതാണെന്ന് ഞാൻ കരുതുന്നില്ല. ന സാധുമന്യേ യത് ആത്മനോയം അസന്നഭി ക്ലേശത ആസദേഹഃ. മിഥ്യയാണെന്നിരിക്കലും ആ തനിക്ക് ക്ലേശത്തെ വരുത്തിയിരിക്കുന്ന ഈ ശരീരം ഏതിൽ നിന്നാണോ അതിൻ്റെ ആവർത്തനം ഉണ്ടാവുന്നത് അത് നല്ലതാണെന്ന് മന്യേ ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടി ആപ്രണോതി പരിശ്രമിക്കുന്നത്, ആപ്രണോതി എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുന്നത്. യത്തദ എപ്പോഴോ അപ്പോൾ പ്രമത്തഃ പ്രമത്തനായിട്ട് വികർമ്മ അരുതാത്ത കർമ്മത്തെ കുരുതേ ചെയ്യുന്നു. നൂനം തീർച്ചയാണ്. അസൻ അപി മിഥ്യയാണെന്നിരിക്കലും ആത്മനഃ തനിക്ക് ക്ലേശത്തെ വരുത്തിയ അയം ദേഹ ഈ ശരീരം യതഃ ഏതിൽ നിന്നാണോ ആസ ഉണ്ടായത് അതിൻ്റെ ആവർത്തനം സാധു നല്ലതാണെന്ന് മന്യേ ഞാൻ കരുതുന്നില്ല അർത്ഥം. ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടി ആപ്രണോതി പരിശ്രമിക്കുന്നത് യത്തദ എപ്പോഴോ അപ്പോൾ പ്രമത്തഃ പ്രമത്തനായിട്ട് വികർമ്മ അരുതാത്ത കർമ്മം കുരുതേ ചെയ്യുന്നു. നൂനം തീർച്ച. അസൻ അപി മിഥ്യയാണെന്നിരിക്കലും ആത്മനഃ തനിക്ക് ക്ലേശത്തെ വരുത്തിയ അയം ദേഹ ഈ ശരീരം യതഃ ഏതിൽ നിന്നാണോ ആസ ഉണ്ടായത് അതിൻ്റെ ആവർത്തനം സാധു നല്ലതാണെന്ന് മന്യേ ഞാൻ കരുതുന്നില്ല. അപ്പം ഇന്ദ്രിയപ്രീതയെ ആപ്രണോതി യത്തദാ പ്രമത്തഃ വികർമ്മ കുരുതേ. നൂനം അസൻ അപി ആത്മനഃ ക്ലേശതഃ അയം ദേഹം യതഃ ആസ സാധു മന്യേ. എന്നുകൂടി പറയാം. ഇന്ദ്രിയപ്രീതയെ ആപ്രണോതി യത്തദാ പ്രമത്തഃ വികർമ്മ കുരുതേ. നൂനം അസന്നപി ആത്മനഃ ക്ലേശതഃ അയം ദേഹഃ യതഃ ആസ സാധു മന്യേ. ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് എപ്പോഴോ അപ്പോൾ പ്രമത്തനായിട്ട് അരുതാത്ത കർമ്മത്തെ ചെയ്യുന്നു. തീർച്ച. മിഥ്യയാണെന്നിരിക്കലും തനിക്ക് ക്ലേശത്തെ വരുത്തിയ ഈ ശരീരം ഏതിൽ നിന്നാണോ ഉണ്ടായത് അതിൻ്റെ ആവർത്തനം നല്ലതാണെന്ന് ഞാൻ കരുതില്ല. ഇന്ദ്രിയപ്രീതിക്ക് പ്രയത്നിക്കുമ്പോൾ മനുഷ്യൻ സമചിത്തത വെടിഞ്ഞ് നിന്ദ്യമായത് ചെയ്യും. അപ്രകാരമുള്ള പൂർവ്വകർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മം. അതിനാൽ ജനനമരണ പരമ്പരയ്ക്ക് ഒരു അറുതി വേണമെങ്കിൽ അത്തരം കർമ്മം ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കണം. നൂനം പ്രമത്തഃ കുരുതേ വികർമ്മ യത് ഇന്ദ്രിയപ്രീതയ ആപ്രണോതി ന സാധു മന്യേ യത ആത്മനോയം
അസന്നപി ക്ലേശത ആസദേഹ. അപ്പോൾ ഇന്ദ്രിയ പ്രീതയെ, ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്കായിക്കൊണ്ട് യത് പ്രണോതി, എപ്പോൾ വ്യാപരിക്കുന്നുവോ അപ്പോൾ പ്രമത്തഃ വിചാരശൂര്യനായിട്ട് വികർമ്മ പാപത്തെ കുരുതേ ചെയ്യുന്നു. തൽ സാധു നമന്യേ, അതിനെ നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യതഃ യാതൊന്നിനാൽ അസത് അപി അസത്തായും ആത്മനഃ ക്ലേശതഃ ആത്മാവിന് ക്ലേശത്തെ ജനിപ്പിക്കുന്നതായും ഇരിക്കുന്ന അയം ദേഹ ഈ ശരീരം ആസ ഉണ്ടായി. ഇപ്പോൾ ഇന്ദ്രിയ പ്രീതയെ, ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്കായിക്കൊണ്ട് യത് പ്രണോതി എപ്പോൾ വ്യാപരിക്കുന്നുവോ അപ്പോൾ പ്രമത്തഃ വിചാരശൂര്യനായിട്ട് വികർമ്മ പാപത്തെ കുരുതേ ചെയ്യുന്നു. തൽ സാധു മന്യേ, അതിനെ നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യതഃ യാതൊന്നിനാൽ അസത് അപി യാതൊന്നിനാൽ അസത്തായിട്ടും ആത്മനഃ ക്ലേശത ആത്മാവിന് ക്ലേശത്തെ ജനിപ്പിക്കുന്നതുമായിരിക്കുന്ന അയം ദേഹ ഈ ശരീരം ആസ ഉണ്ടായി. അപ്പോൾ ഇന്ദ്രിയ പ്രീതയെ യത് ആപ്രണോതി പ്രമത്തഃ വികർമ്മഃ തത് സാധു ന മന്യേ. യതഃ അസത് അപി ആത്മനഃ അയം ദേഹഃ ആസ. ഇന്ദ്രിയ പ്രീതയെ യത് ആപ്രണോതി പ്രമത്തഃ വികർമ്മഃ കുരുതേ തൽ സാധു ന മന്യേ. യതഃ അസത് ആത്മനഃ ക്ലേശതഃ അയം ദേഹഃ ആസ. ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്കായിക്കൊണ്ട് എപ്പോൾ വ്യാപരിക്കുന്നുവോ അപ്പോൾ പ്രമത്ത വിചാരശൂന്യനായിട്ട് പാപത്തെ ചെയ്യുന്നു. ഇത് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യാതൊന്നിനാൽ അസത്തായും ആത്മാവിന് ക്ലേശത്തെ ജനിപ്പിക്കുന്നതുമായിരിക്കുന്ന ഈ ദേഹം ശരീരം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ ശരീരം ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യനായി ജനിച്ചവൻ വിഷയഭോഗങ്ങളെ അന്വേഷിക്കുന്നത് യോഗ്യം അല്ല എന്നുള്ളത് ആദ്യം പറഞ്ഞതിനെ ഉപപാദിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്നവനായിട്ട് വ്യാപരിക്കുമ്പോൾ ധർമ്മവിചാരശക്തി കുറഞ്ഞു പോകുന്നു, ധർമാധർമ്മ വിചാരശക്തി കുറഞ്ഞു പോകുന്നു. അതുതന്നെ സർവ്വ അനർത്ഥങ്ങൾക്കും മൂലകാരണമായിട്ട് പ്രമാദം എന്ന് പറയപ്പെടുന്നു. ആ പ്രമാദം നിമിത്തം പാപകർമ്മം ചെയ്യുവാനിടവരും. അപ്പം ജന്മാന്തര പാപകർമ്മഫലമായിട്ടാണ് ആത്മാവിന് ദുഃഖത്തെ ജനിപ്പിക്കുന്നതും ദോഷനിധാനവുമായിരിക്കുന്ന ശരീരമുണ്ടായത്. വീണ്ടും പാപം ചെയ്യുന്നതിനാൽ മേൽക്കുമേൽ ശരീരം ധരിക്കേണ്ടതായും മരിക്കേണ്ടതായും വരും. ഇത് നല്ലതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെറും കാമഭോഗങ്ങൾക്ക് ഈ മനുഷ്യദേഹം അർഹമല്ല എന്ന് അതിനെ ഉപപാദിക്കുകയാണ്. നൂനം പ്രമത്തഃ കുരുതേ വികർമ്മ യത് ഇന്ദ്രിയ പ്രീതയെ ആപ്രണോതി തഥാ പ്രമത്തഃ സൻ വികർമ്മ നൂനം കുരുതേ. എപ്പോൾ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് യത്നിക്കുന്നുവോ അപ്പോൾ മനുഷ്യൻ പ്രമത്തനായിട്ട് നിഷിദ്ധ കർമ്മം തീർച്ചയായിട്ടും ചെയ്യുന്നു. യതഃ അസന്നഭിക്ലേശതഃ അയം ദേഹ ആസ തസ്യൈവ പുനഃകരണം സാധു നമന്യേ. യാതൊരു പ്രാചീന കർമ്മത്തിൽ നിന്നാണോ ആ മിഥ്യാഭൂതമാണെങ്കിലും ക്ലേശങ്ങളെ ഉണ്ടാക്കി തീർക്കുന്ന ഈ ദേഹമുണ്ടായത്, ആ കർമ്മത്തെ പിന്നെയും ചെയ്യുന്നത് യുക്തമായിട്ട് ഞാൻ കരുതുന്നില്ല. ശക്തിപൂർവം ചെയ്യുന്ന കർമ്മങ്ങളാണ് സർവ്വ അനർത്ഥങ്ങളെയും ഉണ്ടാക്കുന്നത്. പിന്നെയും പിന്നെയും അവ ചെയ്യുകയാണെങ്കിൽ ഈ ക്ലേശ പരമ്പരയ്ക്ക് ഒരിക്കലും അവസാനം വരികയില്ല എന്ന് ഭാവം. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം നമുക്ക്. അഥലോകേ ലോകത്തിൽ ഏതേന്ദ്രിയ പ്രീതയെ സാമഗ്രി സമ്പദ്യതേ, ഇന്ദ്രിയ പ്രീതിക്കായിട്ട് വിഷയ സാമഗ്രികൾ സമ്പാദിക്കുന്നത് തഥാ അത് പ്രമത്തഃ ആ പ്രമത്തത ഉണ്ടാക്കും. സൻ അതിൽ നിന്നും പാപം കരോതി പാപം ചെയ്യേണ്ടതായിട്ട് വരും. പാപാത് ദേഹോ ദുഃഖതോ ഭവതി, ആ പാപം കൊണ്ട് ദേഹം ദുഃഖത്തെ അനുഭവിക്കും അർത്ഥം. അഥ ലോകേ യദേന്ദ്രിയ പ്രീതയെ വിഷയസാമഗ്രിയും സമ്പദ്യതേ, അങ്ങനെ ആ ലോകത്തിൽ
ഇന്ദ്രിയപ്രീതിക്കായിട്ട് വിഷയസാമഗ്രികളെ സമ്പാദിച്ചിട്ട് തഥാ പ്രമത്ത അതുകൊണ്ട് പ്രമത്തന്മാരായിട്ട് സൻ പാപം കരോതി പാപങ്ങളെ ചെയ്യുന്നു. അതുകൊണ്ട് പ്രമത്തന്മാരായിട്ട് പാപങ്ങളെ ചെയ്യുന്നു. പാപങ്ങളെ കൊണ്ട് ദേഹം ദുഃഖദം ആയിട്ട് ഭവിക്കുന്നു. ദുഃഖദോ ഭവതി എന്നാണ് ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അധലോകേ യദേന്ദ്രിയപ്രീതയെ വിഷയസാമഗ്രീ സമ്പദ്യതേ തഥാ പ്രമത്തഃ സൻ പാപം കരോതി പാപാത് ദേഹോ ദുഃഖതോ ഭവതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 5-ാമത്തെ ശ്ലോകം. പരാഭവസ്താവദബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാസ്താവദിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധഃ. പരാഭവസ്താവദബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാസ്താവദിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധഃ. അപ്പോൾ ആത്മതത്വം അറിവാനുള്ള ഇച്ഛയില്ലാതിരിക്കുന്നത് എത്ര കാലമോ, ആത്മതത്വം അറിവാനുള്ള ഇച്ഛയില്ലാതിരിക്കുന്ന എത്ര കാലമോ അത്രയും കാലം അജ്ഞാനജന്യമായിരിക്കുന്ന ആ ആത്മവിസ്മൃതി ഉണ്ടാകുന്നു. അതാണ് പരാഭവസ്താവത് അബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം. ആത്മതത്വം അറിവാനുള്ള ഇച്ഛയില്ലാതിരിക്കുന്നത് എത്ര കാലമോ അത്രയും കാലം അജ്ഞാനജന്യം ആയിരിക്കുന്ന ആത്മവിസ്മൃതി ഉണ്ടാകുന്നു. യാവത് ക്രിയാസ്താവദിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുവരെ ആ കർമ്മത്തിൽ വ്യാപരിക്കുന്നുണ്ടോ, യാവത് ക്രിയാസ്താവദിദം മനോവൈ താവത് അതുവരേക്കും ഈ മനസ്സ് കർമാത്മകം കർമ്മത്തിൽ ഒട്ടി നിൽക്കും. കർമാത്മകം യേന ശരീരബന്ധത്തിന് വീണ്ടും കാരണമാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. യാവൽ ക്രിയാസ്താവദിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധഃ. അപ്പോൾ ആത്മതത്വം ന ജിജ്ഞാസത്തെ അറിവാനുള്ള ഇച്ഛയില്ലാതിരിക്കുന്നത് യാവത് എത്ര കാലമോ താവത് അത്രയും കാലം അബോധജാതഃ അജ്ഞാനജന്യമായിരിക്കുന്ന പരാഭവ ആത്മവിസ്മൃതി ഉണ്ടാകുന്നു. യാവത് ഏതുവരെ ക്രിയാഹ കർമ്മത്തിൽ വ്യാപരിക്കുന്നുണ്ടോ താവത് അതുവരേക്കും ഇതം മനഃ ഈ മനസ്സ് കർമാത്മകം വൈ കർമ്മത്തിൽ ഒട്ടിനിൽക്കുന്നു. ഏന അക്കാരണത്താൽ ശരീരബന്ധ വീണ്ടും ശരീരബന്ധമുണ്ടാവുന്നു. ആത്മതത്വം ന ജിജ്ഞാസതേ ആത്മതത്വം അറിവാനുള്ള ഇച്ഛയില്ലാതിരിക്കുന്നത് യാവത് എത്ര കാലമാണോ താവത് അത്രയും കാലം അബോധജാത ജ്ഞാനജന്യമായിരിക്കുന്ന പരാഭവ ആത്മവിസ്മൃതി ഉണ്ടാകുന്നു. യാവത് ഏതുവരെ കർമ്മത്തിൽ വ്യാപരിക്കുന്നുണ്ടോ യാവത് ക്രിയാഹ താവത് അതുവരേക്കും ഈ മനസ്സ് കർമാത്മകം വൈ കർമ്മത്തിൽ ഒട്ടി നിൽക്കുന്നു. ഏന അക്കാരണത്താൽ ശരീരബന്ധ വീണ്ടും ശരീരബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം ആത്മതത്വം ന ജിജ്ഞാസതേ യാവത് താവത് അബോധജാതഃ പരാഭവഃ യാവത് ക്രിയാഃ താവത് ഇദം മനഃ കർമാത്മകം വൈ യേന ശരീരബന്ധഃ. എന്നുകൂടി പറയാം. ആത്മതത്വം ന ജിജ്ഞാസതേ യാവത് താവത് അബോധജാതഃ പരാഭവഃ യാവത് ക്രിയാഃ താവത് ഇദം മനഃ വൈ യേന ശരീരബന്ധഃ. ആത്മതത്വം അറിവാനുള്ള ഇച്ഛയില്ലാതിരിക്കുന്നത് എത്ര കാലമോ അത്രയും കാലം അജ്ഞാനജന്യമായിരിക്കുന്ന ആത്മവിസ്മൃതി ഉണ്ടാവും. ഏതുവരെ കർമ്മത്തിൽ വ്യാപരിക്കുന്നുണ്ടോ അതുവരേക്കും ഈ മനസ്സ് കർമ്മത്തിൽ ഒട്ടി നിൽക്കും. അക്കാരണത്താൽ വീണ്ടും ശരീരബന്ധം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. പരാഭവസ്താവത് അബോധജാതഃ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാസ്താവത് ഇദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധഃ എന്നുള്ളതാണ് പദം മുറിച്ചിട്ട് വരുമ്പോൾ. അപ്പോൾ ആത്മതത്വം ആത്മാവിൻ്റെ പരമാർത്ഥത്തെ യാവത് ന ജിജ്ഞാസത്തെ ഏതുവരെ അറിയാൻ ആഗ്രഹിക്കാതിരിക്കുന്നുവോ താവത് അതുവരെ
അബോധജാത അറിവില്ലായ്മയിൽ നിന്നുണ്ടായിരിക്കുന്ന പരാഭവ തിരസ്കാരം ഉണ്ടാവും. യാവത് ക്രിയാ പ്രവൃത്തികൾ ഏതുവരെയോ താവത് അതുവരെ കർമാത്മകം കർമ്മസ്വഭാവത്തോടു കൂടിയിരിക്കുന്ന ഇതം മനഃ ഈ മനസ്സ് ഏന യാതൊന്നിനാൽ ശരീരബന്ധ ശരീരത്തോട് ഒട്ടി നിൽക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. ആത്മതത്വം ആത്മാവിൻ്റെ പരമാർത്ഥത്തെ യാവത്ന ജിജ്ഞാസതേ ഏതുവരെ അറിയാൻ ആഗ്രഹിക്കുന്നുവോ താവത് അതുവരെ അബോധജാത അറിവില്ലായ്മയിൽ നിന്നുണ്ടായിരിക്കുന്ന പരാഭവ തിരസ്കാരമുണ്ടാകുന്നു. യാവത് ക്രിയാ പ്രവൃത്തികൾ ഏതുവരെയോ താവത് അതുവരെ കർമാത്മകം കർമ്മസ്വഭാവത്തോടു കൂടിയിരിക്കുന്ന ഇതം മനഃ ഈ മനസ്സ് യാതൊന്നിനാൽ ഏന അതുകൊണ്ട് ശരീരബന്ധ ശരീരത്തോട് ബന്ധം ഉണ്ടാകുന്നു. ദേഹാദികൾ നശിക്കുന്നവയാകിയാൽ ദേഹനിർമ്മിതമായിരിക്കുന്ന അനർത്ഥത്തിന് അധികകാലം നിലനിൽപ്പാൻ ശക്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഔദാസീന്യം സ്വീകരിച്ചുകൂടാ എന്ന് യുക്തിപൂർവം ശാസിക്കുകയാണ്. ആത്മതത്വത്തെ അറിവാൻ ആഗ്രഹിക്കാതിരിക്കുന്നിടത്തോളം കാലം ദേഹത്തിൽ അഭിമാനവും അതുമൂലം ആത്മതിരസ്കാരവും ഭവിക്കുന്നു. ദേഹേന്ദ്രിയാദികളെയും തൽസംബന്ധികളെയും ആദരിപ്പാനുള്ള കർമ്മങ്ങളിൽ അതിശ്രദ്ധ അപ്പോഴുണ്ടാകും. കർമ്മവാസനയോടുകൂടിയ ഈ മനസ്സ് ഈ സ്ഥൂലദേഹം നശിക്കുന്നതോടുകൂടി നശിക്കാത്തതിനാൽ വാസന നിമിത്തം പിന്നെയും ആത്മാവിൻ്റെ ദേഹസംബന്ധം വേണ്ടിവരുന്നു. അതിനാൽ ദേഹനാശത്തോടുകൂടി അനർത്ഥം നശിക്കുന്നുവെന്ന് വിചാരിക്കരുത്. സ്ഥൂലദേഹം നശിച്ചാലും സൂക്ഷ്മദേഹം നശിക്കുകയില്ല. അതിനാൽ സംസാരഭ്രമണം നിലയ്ക്കുന്നില്ല. അവിദ്യ നശിക്കണമെങ്കിൽ ആത്മതത്വത്തെ നിരൂപണം ചെയ്യണം. കർമ്മവാസന പ്രബലമായിരിക്കുമ്പോൾ തത്വജിജ്ഞാസ ദുർബലമായിരിക്കും. അതിനാൽ വിഷയസുഖങ്ങളിൽ ദോഷദർശന നിമിത്തം കർമ്മങ്ങളിൽ വിരക്തി ഉണ്ടാകണം. ആത്മജിജ്ഞാസ വർദ്ധിക്കുകയും വേണം. എന്നാൽ മാത്രമേ നിവൃത്തിമാർഗത്തിൽ പ്രവേശം സാധിക്കുകയുള്ളൂ. ആത്മാവിൻ്റെ തത്വം അറിവാൻ പരിശ്രമിക്കാത്തിടത്തോളം കാലം അജ്ഞാനവും തജ്ജന്യമായിരിക്കുന്ന ആത്മതിരസ്കാരവും ഒഴിവാക്കാൻ പറ്റില്ല. ക്രിയ ചെയ്യുന്നിടത്തോളം കാലം മനസ്സ് കർമ്മവിമുക്തമല്ല. ശരീരത്തിന് ആ മനസ്സുമായിട്ട് ബന്ധവും വരും. അങ്ങനെ കർമ്മത്തിന് അറുതി വരുന്നില്ല. അപ്പോൾ യാവത് ആത്മതത്വം ന ജിജ്ഞാസത്തെ താവത് അബോധജാത പരാഭവ ഭവത്യേവ ഏതുവരെ ആത്മതത്വം ചിന്തിക്കപ്പെടുന്നില്ലയോ അതുവരെ അജ്ഞാനജന്യമായിരിക്കുന്ന ആത്മതിരസ്കാരം ഭവിക്കുക തന്നെ ചെയ്യും. അതിന് കാരണം പറയുന്നു. യാവത് ക്രിയാസ്യൂ താവത് ഇദം മനഃ കർമാത്മകം ഏവ സ്യാത് ക്രിയകൾ ഏതുവരെയുണ്ടോ അതുവരെ മനസ്സ് കർമാത്മകമായി തന്നെ ഭവിക്കും. ഏന ശരീരബന്ധ ഭവതി ആ കർമാത്മകമായിരിക്കുന്ന ആ മനസ്സുകൊണ്ടാണ് ശരീരാദികളിൽ പിന്നെയും പിന്നെയും ബന്ധം വരുന്നത്. കർമാത്മകമായിരിക്കുന്ന മനസ്സ് അജ്ഞാനനാശ പര്യന്തം നിലനിൽക്കുന്നതിനാൽ ക്ലേശങ്ങൾക്ക് അവസാനം വരികയില്ല എന്നാണ് ഭാവം. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. പാപാദേഹോ ദുഃഖദോ ഭവതി യാവത് ആത്മതത്വം ജ്ഞാതം ആത്മതത്വം ഏതുവരെ അറിയുന്നില്ലയോ താവത് അജ്ഞാനകൃത പരാഭവോ അതുവരെ അറിയുന്നില്ലയോ അതുവരെ അജ്ഞാനകൃതമായിരിക്കുന്ന ആ ആത്മാവിൻ്റെ പരാഭവം എന്ന് പറഞ്ഞാൽ ആത്മതിരസ്കരണം അവിടെ ഭവിക്കുന്നു. യാവത് ക്രിയാസ്താവത് മനഃ എവിടെയാണോ ആ ക്രിയകൾ അവിടെ വരെ മനസ്സ് ഉണ്ടാവണം. കർമ്മസ്വഭാവം സ്യാത് കർമ്മസ്വഭാവം കൊണ്ട് ഏന ശരീരബന്ധോ ഭവതി ഈ ശരീരബന്ധവും ഉണ്ടാകുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കാം. യാവത് ആത്മതത്വം ജ്ഞാതം ഏതുവരെ ആത്മതത്വം ഇല്ലയോ ആത്മതത്വം അറിയുന്നില്ലയോ അതുവരെ അജ്ഞാനമാവുന്ന ഭാവം കൊണ്ട് ആ ആത്മാവിൻ്റെ തിരസ്കാരം ഉണ്ടാവുന്നു. താവത് അജ്ഞാനകൃത പരാഭവോ ഭവതി യാവത് ക്രിയാസ്താവത് മനഃ ഏതുവരെ ക്രിയകളുണ്ടോ ആ ക്രിയകളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മനസ്സുണ്ട്.